ബ്രോ ക്യാമ്പിൽ വന്ന് പഠിക്കണോ അതോ റിമോട്ടായിട്ട് എൻറോൾ ചെയ്യണോ? നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും ഇത്. സോ ഇവിടെ വന്ന് പഠിക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഐഡിയ കിട്ടും ഏതായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ഓപ്ഷൻ എന്നുള്ളത്. അപ്പോ നിങ്ങൾ സെൽഫ് ഡിസിപ്ലിൻ ആണ്. നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റാക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ സ്വന്തം എത്ര മണിക്കൂർ വേണേലും ഇരുന്ന് പഠിക്കും. ആരും പറഞ്ഞു തരണ്ട. എപ്പോൾ പഠിക്കണം, എപ്പോൾ ബ്രേക്ക് എടുക്കണം നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണെങ്കിൽ ചൂസ് റിമോട്ട്. നിങ്ങൾ ഈ സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം ടാസ്ക് ചെയ്ത് സ്വന്തം പഠിക്കാം. ഓർ ദ അതർ ഓപ്ഷൻ ഈസ് നിങ്ങൾക്ക് ബ്രോ ക്യാമ്പിൽ പ്രോട്ടോടൈപ്പിന്റെ ഓഫീസിൽ വന്ന് പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒന്ന് പഠിക്കാം. അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്പർ 1, എല്ലാവരും പിയർ പ്രഷർ എന്ന് പറയാം. അതുണ്ട്, ഓക്കെ. ബട്ട് പിയർ ടു പിയർ ലേണിംഗ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റാക്ക് പഠിക്കുമ്പോൾ കുറേ ഡൗട്ടുകൾ വരും. നോൺ സ്റ്റാക്ക് പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലട്ടർ എന്ത് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുറേ ഡൗട്ട്സുകൾ വരും. കുറേ പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റക്കായി പോകും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് നോക്കും, അവിടെ നോക്കും, സ്റ്റാക്ക് ഓവർഫ്ലോ നോക്കും, നോക്കും. ഇതൊന്നും നോക്കിയിട്ട് കിട്ടാത്ത സൊല്യൂഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. എപ്പോഴും അവൈലബിൾ ആയിരിക്കും അവർ. അവരോട് ചോദിച്ചു പഠിക്കുക. ചിലപ്പോൾ അവരുടെ ടെക്നിക്ക് അല്ലെങ്കിൽ ദിയർ വേ ഓഫ് റൈറ്റിംഗ് കോഡ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങൾ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കില്ല, ആ പരിപാടി ഇവിടെ നടക്കില്ല. ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. ദ ആക്ടിവിറ്റീസ് ദാറ്റ് റോബോട്ടൈപ്പ് അല്ലെങ്കിൽ ബ്രോ ക്യാമ്പിലുള്ള ആക്ടിവിറ്റീസ് എല്ലാ രീതിയിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേസിക് നമ്മുടെ ടൈപ്പിംഗ് സ്പീഡ് തൊട്ട് ഹൗ വി ഡ്രസ്, ഹൗ വി ടോക്ക്, അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പ്രസന്റേഷൻ സ്കിൽസ്, പിന്നെ ടീമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു പ്രൊജക്റ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾ പഠിക്കും. കാരണം അവിടുത്തെ ഒരു ഡിഫൈൻഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫോർമാറ്റിലൂടെയാണ് എല്ലാ സ്റ്റുഡൻറ്റും കടന്നു പോകുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങൾ ക്യാപ്പബിൾ ആയിരിക്കും ആസ് എ ഡെവലപ്പർ, പ്രോ ഡെവലപ്പർ ആയിരിക്കും നിങ്ങൾ. പിന്നെ ഓരോ വീക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ 4 വീക്സ് ഫൗണ്ടേഷൻ തൊട്ട് ലാസ്റ്റ് ഈ ബോർഡിംഗ് വീക്ക് അല്ലെങ്കിൽ ടേക്ക് ഓഫ് ഇന്റർവ്യൂ അത് വരെയുള്ള ടൈമിൽ ഇറ്റ് വിൽ ബി ടഫ്. എളുപ്പമായിരിക്കില്ല. But that's life, right? Life is either easy now and hard later, or hard now and easy later. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇപ്പോൾ കഷ്ടപ്പാടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര പാടായിരിക്കും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്രീഡം എൻജോയ് ചെയ്യാം. ഡിസിപ്ലിൻ ഈക്വൽസ് ഫ്രീഡം. ഇവിടെ വർക്ക്ഷോപ്പിൽ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കിയത്. പിന്നെ നെറ്റ്വർക്കിംഗ്. നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇവിടെ വരുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഈ 1 ഇയർ അല്ലെങ്കിൽ 7 മന്ത് കോഴ്സ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ പുതിയൊരാളായിരിക്കും. നിങ്ങൾ എങ്ങനെ സംസാരിക്കും, എങ്ങനെയാണ് ഒരാളടുത്ത് അപ്രോച്ച് ചെയ്യാം, എങ്ങനെ ഒരു ഇമെയിൽ അയക്കാം, എങ്ങനെ ഒരു നെഗോഷിയേറ്റ് ചെയ്യാം, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലോ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെസൺസ് ആണ്. അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന സ്കിൽസും ലെസൺസും ആണ്. പിന്നെ ഇവിടുത്തെ ഇവിടുന്ന് പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങൾക്കറിയാലോ കുറച്ച് പാടാം.
അപ്പൊ ഇത്രയും ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഇത്രയും എഫേർട്സിലൂടെ ട്രയൽസ് റെഗുലേഷൻസിലൂടെ പോയിട്ടുള്ള ഇവിടുത്തെ അലുമിനീസ് ഇപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല പാക്കേജിൽ കയറിയിട്ടുള്ള ആൾക്കാരും നല്ല എല്ലാ ഫീൽഡിലും എക്സ്പീരിയൻസ് ഉള്ള എല്ലാ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഇത് കഴിഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ കരിയർ സ്വിച്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് മാറണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോട് ഉണ്ടാവും. നിങ്ങൾക്ക് അവരോട് ചോദിക്കുക. നിങ്ങളുടെ അലുമിനീസ് ആയിരിക്കും 2000+ ആൾക്കാരുണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇവിടുത്തെ CEOs പിന്നെ CTO അവരോട് കണക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കാം. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഇതെല്ലാം അവിടെ കിട്ടൂല. സ്റ്റാർട്ടപ്സിൽ കിട്ടുള്ളൂ, MNCയിൽ കിട്ടൂല. നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു അവിടുത്തെ CEO ആയിട്ടോ അല്ലെ ഫൗണ്ടറായിട്ടോ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ പിന്നെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്യും. നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യേണ്ടി വരും എല്ലാം. ഇവിടെ വരുമ്പോഴും നിങ്ങൾ what they are doing is ടീമിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കുകയും ചെയ്യും. ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ പ്രൊജക്ട് ബിൽഡ് ചെയ്യാനും പഠിക്കുന്നുണ്ട്. അതാണ് അവിടുത്തെ പ്രത്യേകത. മറ്റ് നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ടീമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അറിയില്ല, നിങ്ങൾ തന്നെ ചെയ്യിപ്പിക്കും. ഗ്രൂപ്പ് പ്രൊജക്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഏതായാലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം പുതിയൊരു നാളേക്ക്, പുതിയൊരു ദിനങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് ചിലര് തന്നെ ഡിസിപ്ലിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു വിശ്വാസമില്ല, ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ബ്ലോ ക്യാമ്പിൽ വരുന്നിരിക്കുന്നത്. So yeah, that's all.